ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. മഹേഷ് വന്നിട്ട് സ്വീറ്റ്സൊക്കെ കൊടുത്ത് പോയതിന് ശേഷം ചന്ദ്രിക നേരെ പോയിട്ട് സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ നിന്ന് ആ സ്വീറ്റ്സ് വാങ്ങി വലിച്ചെറിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക. അപ്പോൾ അവൾ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്തിനാ സർ നിങ്ങൾ മഹേഷിൻ്റെ കയ്യിൽ നിന്നും ഈ സ്വീറ്റ്സ് വാങ്ങിച്ചത്? എന്തിനാ അവനെ ഓട്ടോ വാങ്ങാൻ സഹായിച്ചത്? ചന്ദ്രിക, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് അതുകൊണ്ടാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തത്. സർ അവനെ ഹെൽപ്പ് ചെയ്ത് അവനെ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തത് കാരണം ഇനി അവൻ ദിവസവും വരും, മലറിനെ സ്കൂളിൽ അവൻ കൊണ്ടുവിടാമെന്നും പറഞ്ഞുകൊണ്ട്. ചന്ദ്രികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണോ സർ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും തന്നെ അനുസരിക്കില്ലേ? ചന്ദ്രിക അത്രയധികം പറഞ്ഞിട്ടും സിദ്ധു അനുസരിച്ചില്ല എന്ന് ഓർക്കും തോറും അവൾക്ക് സങ്കടമാവുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക നീ എന്തിനാ ഇങ്ങനെ ദേഷ്യമാവുന്നത്? എനിക്ക് അവനെ കാണുമ്പോൾ വല്ലാതെ പാവം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അവനെ സഹായിച്ചത്. അപ്പോഴും ചന്ദ്രികയുടെ ദേഷ്യം അടങ്ങിയിട്ടില്ല. ഞാൻ നിങ്ങളോട് വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും നിങ്ങൾ പോയി അവനെ സഹായിക്കുകയാണെങ്കിൽ അതിനെന്താ സർ അർത്ഥം? എൻ്റെ വാക്കിന് നിങ്ങൾ ഒരു വില പോലും കൽപ്പിക്കുന്നില്ലെന്നല്ലേ? അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രിക. എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രിക തിരുത്തുവാണ്, മഹേഷിനെ പറ്റി നിങ്ങൾക്കറിയില്ല സർ. അവന് ഇതല്ലാത്ത മറ്റൊരു മുഖം കൂടിയുണ്ട്. അവൻ എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മഹേഷ് നന്നായിന്ന് തന്നെയാണ് സിദ്ധു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൻ വീണ്ടും പറയാണ്, ചന്ദ്രിക അവൻ പഴയതുപോലെയല്ല, അവനിപ്പോൾ ഒരുപാട് മാറി. അതെ, ഇനിയും കുറച്ചു നാളുകൾ കൊണ്ട് മഹേഷിൻ്റെ ശരിയായ മുഖം എന്താണെന്ന് നിങ്ങൾക്ക് മുന്നിൽ അവൻ കാണിച്ചു തരും. അന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നീ വാ മലർ എന്ന് പറഞ്ഞുകൊണ്ട് മലറിനെയും വിളിച്ചുകൊണ്ട് ചന്ദ്രിക അവിടുന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. ചന്ദ്രിക പോയതിന് പിന്നാലെ സിദ്ധാർത്ഥാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളവും ബക്കറ്റും എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. കാറ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വെള്ളവും ബക്കറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ലക്ഷ്മിയും ജാനകിയും അവിടെ മുന്നിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ജാനകിയോ ലക്ഷ്മിയോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിദ്ധു കൂടി പോയതിന് ശേഷം ലക്ഷ്മി ജാനകിയോടായിട്ട് പറയുന്നുണ്ട്, സിദ്ധുവിന് എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ ജാനകി സിദ്ധാർത്ഥിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ്, മഹേഷ് എൻ്റെ ജീവൻ രക്ഷിച്ചത് കാരണമാണ് സിദ്ധു മഹേഷിന് ഓട്ടോ വാങ്ങാൻ സഹായിച്ചത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിനകത്ത് മഹേഷ് വീണ്ടും വരുന്നത് എനിക്കെന്തോ അത് ശരിയായിട്ട് തോന്നുന്നില്ല. സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറയാതെ മഹേഷിന് ഇങ്ങനെയൊരു സഹായം ചെയ്തു കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മഹേഷ് നന്നായി എന്നാണ് സിദ്ധു വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ മഹേഷിനെ സഹായിച്ചത്. അപ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, മഹേഷ് നന്നാവാനുള്ള ഒരു ചാൻസുമില്ല. അവൻ വേറെന്തോ ഒരു ഗൂഢലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കുടുംബത്തിനകത്തേക്ക് വീണ്ടും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ വേണം ജീവിക്കാൻ. സിദ്ധാർത്ഥിനോട് അവൻ്റെ അടുത്ത് നിന്നും ഒന്ന് മാറി നിൽക്കാൻ പറയണം. അതായത് അവനെ കൂടുതലായിട്ട് അടുപ്പിക്കേണ്ട എന്ന്. സിദ്ധാർത്ഥ് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും, അതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ലക്ഷ്മി പറഞ്ഞത് കേട്ടിട്ട് ജാനകി പറയുന്നുണ്ട്, ശരി, ഞാൻ ഈ കാര്യം സിദ്ധാർത്ഥിനോട് സംസാരിക്കാം. പിന്നെ കാണിക്കുന്നത് ടെറസിന് മുകളിൽ വെച്ചിട്ട് മലറിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ മലർ പറയുന്നുണ്ട്, അമ്മ മതിയമ്മ, ഇന്നാ ഈ ഒരു വായ കൂടെ കഴിക്കേ. മലരുമായിട്ട് നല്ല ഹാപ്പിയോടെയാണ് ചന്ദ്രിക നിൽക്കുന്നത്. അതിനിടയിൽ അവൾ കുഞ്ഞിനോട് പറയുന്നുണ്ട്, മലർ, ഇനി മഹേഷ് വന്ന് മോളോട് സംസാരിച്ചാൽ മോൾ അയാളോട് സംസാരിക്കരുത്. ഇല്ല എന്ന അർത്ഥത്തിൽ മലർ തലയാട്ടുവാണ്. അവർ നന്നായെന്നാണ് സിദ്ധു പറയുന്നത് അമ്മ. മലർ അവളുടെ നിഷ്കളങ്കമായ സംസാര രീതി പറയാണ്. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾ ഇനിയും നന്നായിട്ടൊന്നുമില്ല. അങ്ങനെ അയാൾ നന്നായെന്ന് സിദ്ധു സാർ വിശ്വസിക്കുന്നതാണ്. മഹേഷ് ഒരിക്കലും നന്നാവില്ല. അയാളുടെ സ്വഭാവത്തിന് ഒരു കാലത്തും ഒരു മാറ്റവും വരില്ല. മലർ, നീ ഒരിക്കലും അയാളോട് അടുത്തിടപഴകരുത് മോളെ. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുകയാണ്. അതിനുശേഷം പ്രിയയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് മലർ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ചന്ദ്രികയുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യഭാവമാണ് ഉണ്ടായിരുന്നത്. അവൾക്കെന്തോ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥ് അതുവഴി പോകുന്നുണ്ടായിരുന്നത്. ചന്ദ്രികയെ അവിടെ കണ്ടപ്പോൾ അവൻ നോക്കുന്നുണ്ട്. അവളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ സിദ്ധുവിന് ആദ്യം ഒരു ചിരിയാണ് വരുന്നത്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മലറിന് ഭക്ഷണം വാരിക്കൊടുത്തതിന് ശേഷം കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക. സിദ്ധു പിന്നീന്ന് വന്നിട്ട് വിളിക്കുന്നുണ്ട്, ചന്ദ്രിക. അത് കേട്ടപ്പോൾ ചന്ദ്രിക തിരിഞ്ഞു നോക്കുകയാണ്. സിദ്ധുവിനെ കണ്ടപ്പോൾ ആദ്യം കാണിക്കുന്ന ആ ഒരു സ്നേഹപ്രകടനമൊന്നും ഇല്ലാതെ അവളൊരു അപരിചിതനോടെന്ന പോലെയാണ് സംസാരിക്കുന്നത്. പറയൂ. ചന്ദ്രികയുടെ ആ ഒരു ടോണിൽ നിന്ന് തന്നെ അവൾ ദേഷ്യത്തിലാണെന്ന് സിദ്ധുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, എന്താ എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? അങ്ങനെയൊന്നുമില്ല. ചന്ദ്രിക അപ്പോഴും മുഖം കൊടുക്കുന്നില്ല.
അങ്ങനെയല്ലല്ലോ. ഇപ്പോഴും ചന്ദ്രയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടല്ലോ. എന്താ പ്രശ്നം? ഞാൻ മഹേഷിന് ഓട്ടോ വാങ്ങിക്കൊടുത്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചന്ദ്രിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിന് ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ട് അവൾ നല്ല ദേഷ്യത്തിലാണെന്ന്. അപ്പോൾ തന്നെ സിദ്ധു അവളോട് മാപ്പ് പോലെ പറയാണ്, വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പ് തരാം, ഇനി ഞാൻ നിന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല. ഏത് കാര്യമാണെങ്കിലും ആദ്യം നിന്നോട് ചോദിച്ച് നീ സമ്മതിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ, മതിയോ? പക്ഷേ അതും ചന്ദ്രികയുടെ ദേഷ്യത്തെ കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധു വീണ്ടും പറയുന്നുണ്ട്, ഇത് ആദ്യത്തേതും അവസാനത്തേതുമാണ് ചന്ദ്രിക. ശരി, എനിക്ക് താഴെ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ചന്ദ്രിക പോവാൻ നോക്കുവാണ്. ഏയ് ഒരു നിമിഷം. അല്ല, ഇപ്പം ഞാൻ മാപ്പ് ചോദിച്ചില്ലേ, അതിനുശേഷവും മുഖത്തിനിങ്ങനെ ദേഷ്യം വെച്ചാൽ അതിനെന്താ ചെയ്യുക? അപ്പോൾ ചന്ദ്രിക തിരിച്ച് സിദ്ധാർത്ഥിനോട് ഗൗരവത്തോടെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് കാരണം മഹേഷ് നന്നായെന്ന് നിങ്ങൾ എങ്ങനെയാണ് സർ വിശ്വസിക്കുന്നത്? അയാൾ അമ്മായിയെ രക്ഷിച്ചു എന്ന് കരുതിയിട്ട് എനിക്കും എൻ്റെ മകൾക്കും അയാൾ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഇല്ലാതാവുമോ? ചന്ദ്രികയുടെ മുഖത്ത് നിറയെ മഹേഷിനോടുള്ളൊരു പ്രതികാരം നിറഞ്ഞ വെറുപ്പ് നിറഞ്ഞ ദേഷ്യമായിരുന്നു. അയാളും എന്നോടും എൻ്റെ മകളോടും ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഒരു കനൽ പോലെ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ അണയാതെ കിടക്കുവാണ്. മഹേഷ് കാരണം ഞാൻ അനുഭവിച്ച വിഷമത്തിനേക്കാളും വേദനയേക്കാളും അയാൾക്ക് ഓട്ടോ വാങ്ങാൻ നിങ്ങൾ സഹായിച്ചതാണ് എനിക്ക് അതിനേക്കാളും വേദന ഉണ്ടാക്കിയത്. എൻ്റെ ജീവിതത്തിൽ ഇനി ആരെ ഞാൻ കാണരുതെന്നോ അയാളുമായിട്ടുള്ള ഒരു ബന്ധവും എൻ്റെ ഓർമ്മയിൽ പോലും വരരുതെന്നോ ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഓട്ടോ വാങ്ങാൻ സഹായിച്ച് ഓരോ ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല സർ. നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ മഹേഷ് നല്ലവനായിരിക്കാം, പക്ഷെ ഇപ്പോഴും ഞാൻ തീർത്തു പറയാണ്, എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ മഹേഷ് ഒരിക്കലും നല്ലവനല്ല. അത്രയും നേരം ചന്ദ്രിക പറഞ്ഞത് മുഴുവൻ കേട്ട് നിൽക്കുകയാണ് സിദ്ധു. അവസാനം അവൻ ഒരു മാപ്പ് പോലെ പറയുകയാണ്, സോറി ചന്ദ്രിക, ഞാൻ മഹേഷിന് ചെയ്ത സഹായം നിന്നെ ഇത്രയധികം വേദനിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇനി അങ്ങോട്ട് ഞാൻ മഹേഷുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കില്ല, അത് മതിയോ? വീണ്ടും അവൻ മാപ്പ് പോലെ ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴും ചന്ദ്രിക മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. ചന്ദ്രിക, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനി മേലാൽ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല, അത് മതിയോ? പക്ഷെ അപ്പോഴും ചന്ദ്രിക സംസാരിക്കാനൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്ത് ആ ഒരു ദേഷ്യമുണ്ട്. സിദ്ധാർത്ഥനത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളോട് പറയുകയാണ്, ചന്ദ്രിക വേണമെങ്കിൽ എന്നെ 2 അടി അടിച്ചോ, പക്ഷെ എന്നോട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ, എനിക്കത് സഹിക്കാനാവുന്നില്ല. ചന്ദ്രിക, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. വേണമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന് ഒരു 100 പ്രാവശ്യം ഏത്ത ഇട്ടാൽ മതിയോ? ചന്ദ്രിക തീരെ മൈൻഡാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സിദ്ധു വീണ്ടും യാചിക്കുകയാണ്. അപ്പോഴും അവളൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഏത്ത ഇടാൻ തുടങ്ങുകയാണ്. 1, 2, 3, 4, 5. അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. അപ്പോഴാണ് സിദ്ധാർത്ഥിന് സമാധാനമായത്. അയ്യോ, സമാധാനമായി എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രിക പറയുന്നുണ്ട്, ഞാൻ ഏത്തയിടുന്നത് സാറിനോട് നിർത്താൻ പറഞ്ഞില്ലല്ലോ, ബാക്കി ചെയ്തോ. സിദ്ധു വീണ്ടും ഏത്തയിടുകയാണ്. 6, 7, 8, 9, 10. അത് കണ്ട് നോക്കി നിന്നപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചപ്പോൾ സിദ്ധാർത്ഥിന് സമാധാനമായി. ഇപ്പോൾ സമാധാനമായോ? അവൻ തിരിച്ചു ചോദിക്കുകയാണ്. എൻ്റെ ദേഷ്യം ഇനിയും കുറഞ്ഞിട്ടില്ല, ഏത്തയിടുന്നത് തുടർന്നോ? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വീണ്ടും ഏത്തയിടുകയാണ്. അപ്പോഴേക്കും 3-4 ആയപ്പോഴേക്കും ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ തലയിൽ ഒരു 5-6 കിഴുക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഏയ് ചന്ദ്രിക, ചന്ദ്രിക, പിന്നെയും അവൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രികയുടെ ദേഷ്യം മാറിയെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അപ്പോഴാണ് അവന് സമാധാനമായത്. അയ്യോ ദൈവമേ, ഇനി ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്നൊക്കെ അവൻ സ്വയം പറയാണ്. അതേസമയം മേഘയുടെ ചെറിയ വീട്ടിലാണെങ്കിൽ അവളൊരു വലിയ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളൊരു കൂടോത്ത സ്വാമിയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ പറഞ്ഞത് പ്രകാരം ഒരു ചുവപ്പ് സാരിയൊക്കെ ഉടുത്ത് ഒരു ഭദ്രകാളിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അതിന് മുന്നിൽ കുറേ പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഭദ്രകാളിയെ പോലെ തന്നെയാണ് മേഘ ഉണ്ടായിരുന്നത്. ചുവന്ന ഭസ്മവും മഞ്ഞ ഭസ്മവും നാളികേരവും ചെറുനാരങ്ങയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഓരോരോ പാത്രത്തിലായിട്ട് മേഘയുടെ മുന്നിൽ. അവളാണെങ്കിൽ ഒരു മന്ത്രവാദിനിയെപ്പോലെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും ജപിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും മേഘയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആർക്കും പേടി തോന്നുന്ന ഒരു അവസ്ഥയിലാണ് അവൾ ഉണ്ടായിരുന്നത്. നെറ്റിയിലൊക്കെ ഭസ്മം പൂശി അതിന് നടുവിൽ ചുവന്ന ഭസ്മമൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു ഭദ്രകാളി കൂട്ടാണ് മേഘ ഇരിക്കുന്നത്. ആ വീട് നിറയെ അന്തരീക്ഷത്തിൽ പൊടിയും പൊക്കയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്കാണ് മുത്തശ്ശിയും മനോഹരനും നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. മേഘയുടെ രൂപം കണ്ടപ്പോൾ തന്നെ അവർ രണ്ടുപേരും വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മേഘ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോന്നോരോന്ന് കണ്ണുകൾ അടച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് വല്ലാതെ പേടിയാവുകയാണ്. അപ്പോൾ മുത്തശ്ശിയും മനോഹരനും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, മേഘ എന്താ ചേച്ചി ചെയ്യുന്നത്?
അതാടാ എനിക്കും മനസ്സിലാവാത്തത്, മുത്തശ്ശി ഭയന്നുകൊണ്ട് പറയാണ്. ഇതുവരെ അരവട്ടായിരുന്നവള് ഇപ്പോൾ മുഴുവട്ടായി നടാ തോന്നുന്നത്. അതെ ചേച്ചി, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത്. അപ്പോഴാണ് മുത്തശ്ശിക്കൊരു സംശയം. അല്ല മനോഹര, സാധാരണയായിട്ട് ഈ ജെൻഡർ മാറുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയോ അത് ആണുങ്ങൾ മാത്രമല്ലേ മാറുള്ളൂ, പെണ്ണുങ്ങളും മാറുമോ? മേഘയെ നോക്കിക്കൊണ്ട് മനോഹരൻ തിരിച്ചു ചോദിക്കുകയാണ്. മേഘ അങ്ങനെ ആയി എന്നാണോ ചേച്ചി കരുതുന്നത്? അതേടാ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ചേച്ചി 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 ഇപ്പോൾ മേഘ അങ്ങനെ ആയി എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ചേച്ചി. എടാ, മേഘ അങ്ങനെ ആവരുതെന്നാടാ ഞാൻ പറയുന്നത്. പക്ഷെ മേഘയാണെങ്കിൽ ഇവർ രണ്ടുപേരും വന്ന് നിൽക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഗൗനിക്കുന്നുണ്ടായിരുന്നില്ല. അവളവളുടെ ഓരോരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേഘയെ കണ്ട ശരിക്കും ഒരു കൂടോത്ര സ്വാമിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, ഇവൾ നാൾക്ക് നാൾ കഴിയും തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയി കാണിക്കണടാ. അപ്പോഴേക്കും മേഘയുടെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളൊരു പൊടിയിലേക്ക് കൈയിട്ടതിന് ശേഷം എന്തോ ഒരു കയ്യിലുണ്ടായിരുന്ന സാധനം എടുത്ത് അതിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ ആ പൊടി ആകെ അന്തരീക്ഷത്തിൽ പാറുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, മേഘ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നുകൊണ്ട് അവർ രണ്ടുപേരെയും തീക്ഷ്ണമായി നോക്കുകയാണ്. ആ ഒരു നോട്ടത്തിൽ അവർ രണ്ടുപേരും വല്ലാതെ പേടിച്ച് ഭയന്ന് തുള്ളി വിറക്കുകയാണ്. അവർ രണ്ടുപേരും ഭയന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മേഘയുടെ നോട്ടം കൂടി ആയപ്പോഴേക്കും മനോഹരൻ കരഞ്ഞുകൊണ്ട് പറയാണ്, മേഘ മേഘ ഇങ്ങനെ നോക്കല്ലേ മോളെ. മേഘ, നിന്നെപ്പറ്റി ഞങ്ങളൊന്നും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല മോളെ. അവർ രണ്ടുപേരും തലയാട്ടിക്കൊണ്ട് അത് തന്നെ പറയാണ്. അപ്പോഴേക്കും അവരെ നോക്കിയിട്ട് മേഘ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഭയന്ന് മുത്തശ്ശി ചെവി മൂടുകയാണ്. അപ്പോഴേക്കും മേഘ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടിട്ട് നിങ്ങളെന്തിനിങ്ങനെ പേടിക്കുന്നത്? മനോഹരനാണ് മറുപടി പറയുന്നത്, നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ ഭദ്രകളിയെ പോലെ ഉണ്ട് മേഘ. മുത്തശ്ശിയും അത് തന്നെയാണ് പറയുന്നത്. അതേ മേഘ, എന്തൊക്കെയാ മോളെ ഇതൊക്കെ? അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ കാഞ്ചീപുരത്ത് ഒരു സ്വാമിയെ കണ്ടതായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, കാളിക്ക് പൂജ ചെയ്തിട്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നേർച്ച രൂപത്തിൽ അവരോട് പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ നടക്കുമെന്ന്. അയ്യോ, മനോഹരനും മുത്തശ്ശിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മേഘ അഭിമാനത്തോടെ പറയാണ്, അതുകൊണ്ടാണ് ഞാൻ കാളിക്ക് പൂജ ചെയ്തിട്ട് ചന്ദ്രികയുടെ ജീവിതം നശിക്കണം എന്ന് പ്രാർത്ഥിച്ചത്. മനോഹരം അമ്മാവനെന്ന നിലയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ മേഘ, നമ്മൾ ദൈവത്തിനോട് നല്ല കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് നടക്കുള്ളൂ മോളെ. മോശമായ കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതെങ്കിൽ അത് തിരിച്ച് നമുക്ക് എതിരെ തന്നെ വരും മോളെ. മുത്തശ്ശിയും മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മേഘ അവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക നശിക്കുന്നത് എനിക്ക് വളരെ നല്ല കാര്യമാണ്. എന്നിട്ടും മനോഹരം മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ, ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഇതുപോലുള്ള കൂടോത്രം ഇതൊക്കെ വെറും പറ്റിക്കലാണ് മേഘ. ഇതൊക്കെ സത്യമുള്ള കാര്യമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും തന്നെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു മേഘ. ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ ചെയ്തിട്ട് എല്ലാത്തിനെയും നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആ സ്വാമി നിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് നിൻ്റെ മനസ്സിനാകെ കൺഫ്യൂഷനാക്കിയിരിക്കുകയാണ്. ഇതൊന്നും വിശ്വസിക്കല്ലേ മേഘ? ഇല്ല മാമ. മേഘ പറഞ്ഞപ്പോഴാണ് മനോഹരന് സമാധാനമായത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ അവരെ വിശ്വസിക്കുകയാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി വ്രതം എടുത്ത് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചന്ദ്രികയെയും മഹേന്ദ്രൻ കുടുംബത്തെയും മൊത്തമായി അഴിച്ചിടുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ സ്വാമി നിൻ്റെ കയ്യിൽ നിന്നും എത്ര കാശാ വാങ്ങിയത്? മുത്തശ്ശി ചോദിക്കുകയാണ്. അത് ശരിയാ, അത് ചോദിക്ക് ചേച്ചി ആദ്യം. മനോഹരൻ ശബ്ദം താഴ്ത്തി പറയാണ്. അപ്പോൾ മേഘ പതറിക്കൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. പറ മേഘ. ഇല്ല, ചന്ദ്രികയെ നശിപ്പിക്കാൻ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചെലവ് ചെയ്യാൻ ഞാൻ തയ്യാറാ. അവർക്ക് രണ്ടുപേർക്കും മേഘയ്ക്ക് എന്താ മറുപടി കൊടുക്കണ്ടേന്ന് അറിയില്ലായിരുന്നു. അതേസമയം പുറത്ത് ചന്ദ്രികയും സിദ്ധാർത്ഥവും വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി, മനോഹര മാമ എന്ന് വിളിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അകത്ത് നിന്ന് മുത്തശ്ശി മനോഹരനോട് ചോദിക്കുന്നുണ്ട്, ആരോ പുറത്തു നിന്ന് വിളിക്കുന്നുണ്ടോ? ആര് വിളിക്കാനാ ചേച്ചി? വീണ്ടും ചന്ദ്രിക വിളിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയാണ്, എന്നെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ വേഗം വാതിൽ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മേഘയുടെ അടുത്ത് തനിച്ചായപ്പോൾ പേടിയായതുകൊണ്ട് മനോഹരൻ, ചേച്ചി ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടുവാണ്. പുറത്ത് വന്ന് ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും കണ്ടപ്പോൾ മുത്തശ്ശി നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. വാ ചന്ദ്രിക, വാ സിദ്ധു, അകത്തേക്ക് വാ. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, ഏയ്, നിങ്ങൾ രണ്ടുപേരും എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നമ്മുടെ വീടല്ലേ, ധൈര്യമായിട്ട് വാ. അങ്ങനെ സിദ്ധാർത്ഥവും ചന്ദ്രികയും അകത്തേക്ക് കയറാൻ തീരുമാനിക്കുകയാണ്.
പുറത്ത് വന്നിട്ടുള്ളത് സിദ്ധുവും ചന്ദ്രികയാണെന്ന് മനസ്സിലായപ്പോൾ മേഘ വേഗം തന്നെ നെറ്റിയിലുണ്ടായിരുന്ന ആ ഒരു ഭസ്മൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് ഓം കാളി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധാർത്ഥും മുത്തശ്ശി മനോഹരനും വിളിച്ചത് പ്രകാരം വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്, ആ പൂജയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ രണ്ടുപേരെയും കണ്ട സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതാരാ വന്നിരിക്കുന്നേ നോക്ക് മേഘ. മേഘയാണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണല്ലോ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ടുള്ളത്, എന്താ കാര്യം? ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടാണുള്ളത് മേഘ. അത് കേട്ടത് മേഘ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ഇൻവിറ്റേഷൻ തന്നിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നത്. അപ്പം മുത്തശ്ശിയും മനോഹരനും സന്തോഷത്തോടു കൂടി തലയാട്ടുവാണ്. എന്നാൽ മേഘയ്ക്ക് അത് കേട്ടിട്ട് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലാത്തൊരു ഷോക്കിൽ നിൽക്കുകയാണ്. എത്ര തന്നെ ആയാലും അവൾക്ക് സിദ്ധാർത്ഥിനെ ചന്ദ്രികയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം മുത്തശ്ശിയാണെങ്കിൽ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം. എവിടെ വെച്ചാണ് എൻഗേജ്മെൻറ്റ്? ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ? ഏയ് അല്ല, ഓഡിറ്റോറിയത്തിലല്ല, വീട്ടിൽ വെച്ച് തന്നെ നടത്താമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രിക പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ അതും ശരിയാണ്. വീട് തന്നെ വലിയ കൊട്ടാരം പോലെ ഉള്ളപ്പോൾ എന്തിനാ വെറുതെ ഓഡിറ്റോറിയത്തിലൊക്കെ വെക്കുന്നത്? അപ്പോൾ സിദ്ധുവാണ് മേഘയോട് പറയുന്നത്, മേഘ നീ മനീഷിനെയും കൂട്ടിക്കൊണ്ട് പ്രിയയും കൂട്ടി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് വരണം. അത് കേട്ട് മേഘ ദേഷ്യത്തോടെ അവരെ നോക്കുവാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ചന്ദ്രികയോട് പറയുന്നുണ്ട് കല്യാണ ക്ഷണക്കത്ത് മേഘയ്ക്ക് കൊടുക്കാൻ വേണ്ടി. മേഘ അത് വാങ്ങാൻ കൂട്ടാക്കാതെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അത് കണ്ടിട്ട് മുത്തശ്ശിക്കും മനോഹരനും ആകെ വല്ലാതാവുന്നുണ്ട്, അതുപോലെ തന്നെ സിദ്ധുവിനും ചന്ദ്രികയ്ക്കും. അപ്പോൾ ചന്ദ്രിക മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി നിങ്ങളും മനോഹരേട്ടനും എന്തായാലും എൻഗേജ്മെൻറ്റിന് വരണം. ഞങ്ങൾ തീർച്ചയായിട്ടും വരും ചന്ദ്രിക. അപ്പോൾ മേഘ പരിഹാസത്തോടെ പറയുന്നുണ്ട്, എന്നോട് മനീഷിൻ്റെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ എൻഗേജ്മെൻറ്റിന് മഹേഷിന് ഇൻവിറ്റേഷൻ കൊടുത്തോ? കളിയാക്കിക്കൊണ്ട് മേഘ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് സിദ്ധാർത്ഥും ചന്ദ്രികയും ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്.